ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലേയിൽ നിന്ന് കാർഗിലേക്ക് പോകുന്നതിന് വഴിക്ക് ഇടയ്ക്ക്, അതായത് ലേ സൈഡിൽ ലേ കാർഗിൽ ഹൈവേയിലാണുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ഗുരുദ്വാര ഉണ്ട്. ഈ ഗുരുദ്വാരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗുരുദ്വാര അതായത് ബിൽഡ് ചെയ്തതും അതിനൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതും നോക്കുന്നതും എല്ലാം ഇന്ത്യൻ ആർമിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ സ്വന്തം ഗുരുദ്വാര ശ്രീ പത്താർ സാഹിബ് എന്നാണ്, ഈ പേര് കറക്റ്റ് വായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അവിടെയാണുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇന്നലെ ഞാൻ ആർമിയിലൊരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിക്കുന്നതാണ്, ഒരു ഉയർന്ന ഓഫീസർ സാറുമായിട്ട്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി, ഇവിടെ കയറിയിട്ട് പോകണം, ഇവിടെ നിന്ന് എന്തോ കഴിക്കാനും കിട്ടും, അതൊക്കെ കഴിച്ചിട്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫുള്ള് ഇപ്പോൾ ആക്ച്വലി ആർമിക്കാരാണ് ഫുള്ള് കേട്ടോ, ബാക്കിലൊക്കെ കാണാതിരിക്കും, ഫുള്ള് ആർമിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ വണ്ടിയോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുന്നതും ഫുൾ ആർമിക്കാർ തന്നെയാണ്. കണ്ടോ, ഇന്ത്യൻ ആർമിയാണ് നിൽക്കുന്നത്, സോൾജേഴ്സാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ദർ ഈസ് വൺ ഗോഡ് ഹു ഡ്വെൽസ് എവരി വൺസ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻസ് ആൻഡ് എറ്റേൺ ത്രൂ ശ്രീ ഗുരു നാനക് ദേവ് ജി. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹൈവേയോട് ചേർന്ന് തന്നെയാണ്. അവിടെ മുകളിലേക്ക് കുറേ ആൾക്കാർ കയറി പോകുന്നുണ്ട്, അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ബോർഡുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി ആദ്യം കാണിച്ചത്. ഇവിടെ അവിടെ ഫ്രണ്ടിലും മലയാണ്, മലയുടെ മുകളിലായിട്ട് ഐസ് ഉണ്ട്, അതിൻ്റെ പുറകെ ഒരു മലയുണ്ട്, അത് ക്യാമറ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, ഗുരുദ്വാര പത്താർ സാഹിബ് കൺസ്ട്രക്റ്റഡ്, മെയിൻറ്റെയിൻഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ആർമി. അപ്പോൾ ഇത് ആക്ച്വലി നാനക് ഹില്ലാണ് കേട്ടോ. 112 എഞ്ചിനീയറിംഗ് റെജിമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ്, കൺസ്ട്രക്റ്റഡ് ബൈ. അപ്പോൾ അതിനകത്ത് കുറേ ഓഫീസേഴ്സിൻ്റെ പേര് ഈ ഒരു ടൈൽസിൽ കുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കാണുന്ന കല നല്ല കുത്തിനുള്ളൊരു കയറ്റമാണ്. കയറ്റം കയറി മുകളിലേക്ക് പോകണം. ഇതാണ് ഹില്ല്, നാനക് ഹിൽ. അപ്പോൾ ഞാൻ മേലോട്ട് കയറുന്നില്ല, കാരണം ആക്ച്വലി എനിക്ക് ഇപ്പോൾ അതിനുള്ളൊരു എനർജി ഇല്ല, അതാണ് സത്യം. അപ്പം എന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇതിനകത്ത് ക്യാമറ അലൗഡാണെന്നൊന്നും എനിക്കറിയില്ല, നമ്മളും അലൗഡാണെന്നൊന്നും അറിയില്ല, കാരണം ഇതൊരു ഗുരുദ്വാരയാണ്. ഗുരുദ്വാരയിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ, അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്കാണ്. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഈ മല കൊണ്ട് മൂടി കിടക്കുകയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. അപ്പം നമുക്ക് ചെരുപ്പ് ഊരി വെച്ചിട്ട് അകത്തേക്ക് കയറാം. ഇവിടെ ഷോർട്സ്, നിക്കറൊക്കെ അലൗഡല്ല. നമ്മളെ ഡ്രസ്സ് കുഴപ്പമില്ല, പാൻറ്റ് ഷർട്ടുമാണ്. അപ്പം അവിടെ ചായ കൊടുക്കും. നമുക്ക് ആദ്യം ഇവിടെ ചെരുപ്പ് ഊരി വെക്കാം. ഇവിടെയാണ് നമുക്ക് ചെരുപ്പ് ഊരി വെക്കാം ഫസ്റ്റ്. വെച്ചിട്ടിപ്പോൾ അകത്തേക്ക് പോവാം. ഉണ്ട്, ഫോളോ ഡ്രസ് കോഡ് ഉണ്ട്, അവോയ്ഡ് മിനി സ്കർട്ട്, ക്യാപ്രി ഷോർട്സ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. सर ये गर्म पानी है? ചായ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കുക, നമ്മുടെ ഫേവറേറ്റ് സാധനം. ഓക്കെ, അപ്പോൾ ഇവിടെ ചായ ഉണ്ട്, പുള്ളിക്കാരി എടുക്കുമായിരുന്നു. ഗ്ലാസ് എനിക്ക് ഇതിനകത്താന്ന് തോന്നുന്നു. സർ ഗ്ലാസ്. खुद ही बोल रहे थे बाबा जी, बोला कर दूंगा. അപ്പോൾ വന്ന പാടെ ഒരു ചൂട് ചായ എടുത്തു. നമുക്കവിടെ ആ ബെഞ്ചിൽ പോയിരുന്ന് ചായ കുടിക്കാം. അടിപൊളി ചായ. ഇതിനകത്ത് എന്തോ കാർഡമൽ എന്തോ ചേർത്തിട്ടുണ്ട്. ഒരു അടിപൊളി ചായ കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ ഈ ചായ ഒന്ന് ആസ്വദിച്ച് കുടിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കയറുകയാണ്. ആദ്യമായിട്ട് ഒരു ഗുരുദ്വാര എടുത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഹെഡ് കവർ ചെയ്യണം ഗുരുദ്വാര എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇതുവരെയാണ് പോകേണ്ടത്. എല്ലായിടത്തും ആർമി, ഇതിൻ്റെ
ഇത് നടത്തുന്ന ആർമിയുടെ. അപ്പോൾ അങ്ങനെ നമ്മൾ താഴേക്ക് നടക്കുകയാണ്. ഇവിടെയും ഷൂസ് വെക്കാനുള്ള ഏരിയ ഉണ്ട്. കാല് കഴുകിയിട്ടാണ് കയറുന്നത്. ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് പോയിട്ട് വന്നിട്ട് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഞാൻ അകത്ത് പോയിട്ട് വെളിയിറങ്ങി. വീഡിയോയും ഫോട്ടോ അകത്ത് അലോഡില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു ഗുരുദ്വാര. നല്ലൊരു അനുഭവമായിരുന്നു. അകത്തുനിന്ന് ഇറങ്ങിയ പാടെ കഴിക്കാനൊരു പ്രസാദം പോലൊരു സംഭവം തന്നു. അതിനുശേഷം നമ്മൾ വെളിയിലിറങ്ങി. ആക്ച്വലി ഇവിടെ എല്ലാം വെൽ മെയിൻറ്റൈൻ ആണ്. ആർമിയുടെ ആയതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക്കുമാണ്. നമ്മളത് നടന്ന് ആ ഇതാണല്ല അവിടേക്കാണ് പോയത്, അകത്തുകൂടി. ഇപ്പോൾ ഞാൻ നടന്ന് ബാക്ക് സൈഡിലേക്ക് വന്നു. ആക്ച്വലി ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളോട്ടിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നല്ല രസമാണ് കാണാൻ. ഇത് വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, വീഡിയോയിൽ കാണുന്നത് അത്ര എന്താ പറയുക ചെറിയൊരു മല കണക്കാണ് എനിക്കറിയാം. പക്ഷെ സംഭവം ഭയങ്കര വലുതാണ്. അത്യാവശ്യം പുറകിലായിട്ട്, നല്ല പുറകിലായിട്ടാണ് ഇത്. അത് കണക്ക് തന്നെ കിട്ടുന്നൊരു ആംബിയൻസും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആംബിയൻസുമാണ്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് വെയിലും ആയിട്ടുണ്ട്. ആ വണ്ടിയുടെ ശബ്ദം കേട്ടാ ഞാൻ പറയാതിരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ വെയിലായി വരുന്നുണ്ട്. ആക്ച്വലി എൻ്റെ അതും ഈ ഒരു ഗുരുദ്വാരയുടെ ഭാഗമാണ്. ഇവിടെ ഒരു ഓറഞ്ച് കൊടിമരമൊക്കെ ഉണ്ട്. മൊത്തം നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. പക്ഷെ കൊടും തണുപ്പ് തന്നെയാണ് കേട്ടോ. കാലം തൊടാൻ പോലും പറ്റില്ല. ചെരുപ്പൂരി വെച്ചിട്ടപ്പോൾ തന്നെ എൻ്റെ കാല് നല്ല തണുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു കഫേ പോലെയൊക്കെ ഉണ്ട്. മാഗി പോയിൻറ്റ് സാഹിബ് എന്ന് പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഐസ് മലകളാണ് കേട്ടോ ആ ഒരു ഏരിയ ഫുള്ള്. അപ്പം നമ്മൾ ആക്ച്വലി ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ആർമി വെഹിക്കിൾസ് കിടപ്പുണ്ട്. മൊത്തം ആർമി വെഹിക്കിൾസാണ്. ഇതേണ്ടേ അതുവഴി അകത്തേക്ക് കയറി പോകുമ്പം രണ്ട് സൈഡിലും പിക്സൊക്കെയാണ്. പിന്നെ കാലുവരെയുള്ളൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് തലയിൽ തൊപ്പി മാറ്റി ഓറഞ്ച് കളറൊരു തുണി അല്ലെങ്കിൽ വെള്ള തുണി കെട്ടാനുള്ളൊരിതുണ്ട്. അതിനുശേഷം അകത്തേക്ക് പോകുമ്പം ഒരു നമ്മുടെ കണക്ക് വിഗ്രഹമോ കാര്യങ്ങളൊന്നുമില്ല, കുറേ തുണി മൂടിയൊക്കെയാണ്. പിന്നെ കണക്കിന് അവിടെ ഒരു ഭജന പോലൊരു സംഭവമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പം ഒരു വലിയൊരു കല്ലിരിപ്പുണ്ട്. ആ കല്ലിൻ്റെ താഴെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാണ്. അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഗുരുനാനക്കിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുന്ന അവിടെ പ്രസാദം തരും. പ്രസാദം തന്നിട്ട് ഞാൻ ഇതുവരെ ഇറങ്ങി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നത്. ഇതാണ് അകത്തുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് നാനക് ഹില്ലാണ്. അവിടെ നിന്ന് ഒരുപാട് പേര് ഇറങ്ങി വരുന്നുണ്ട്. സൂം ചെയ്യുമ്പോൾ ക്ലിയറല്ല. ഇത് ആക്ച്വലി കാണുന്നതല്ല, ഭയങ്കര പൊക്കമാണ്. ഭയങ്കര പൊക്കം എന്ന് വെച്ചാൽ നല്ല പൊക്കമാണ് അതിൻ്റെ മണ്ടയ്ക്ക്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കയറാമെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് അവിടെ 2 ദിവസം മുമ്പ് സിക്നസ് ഒന്നുമില്ല, ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. അതിനുശേഷം ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. പിക്കപ്പോഴും എനിക്ക് ശ്വാസം കിട്ടത്തില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഇത് കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്, കയറണമെന്ന് വെച്ചത്. കാരണം എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാ എല്ലാവരും ശ്രീനഗർ പോയി ലേ വന്ന് കാർഗിലൊരു ലേ വന്ന് ലേ ലഡാക്കൊക്കെ കയറിയാണ് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയടിക്ക് മണാലിയിൽ നിന്ന് പ്രൈങ് എന്ന് പറഞ്ഞാൽ ഒറ്റ തിരിച്ച് വെക്കണമായിരുന്നു. അതായത് എല്ലാവരും വരുന്ന ഏത് റൂട്ടാണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മണാലിയിൽ നിന്ന് ലേ ലഡാക്ക് വന്ന മഹാ വ്യക്തിയാണ് ഞാൻ.
അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്കും ഓക്കെ ആയിരുന്നു തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ്. ഹാറ്റ്സ് ഓഫ് ഇന്ത്യൻ ആർമി ഇതേപോലെ ഒരു നല്ല മെയിൻറ്റെയിൻ ആയിട്ടുള്ളൊരു ഗുരുദ്വാര പണിയും കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തതിന്. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സ്ഥലത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടി, ചെറിയൊരു അറിവെങ്കിലും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ അടുത്ത വ്ളോഗ് നമ്മൾ കാർഗിലോട്ടായിരിക്കും. കാർഗിൽ യാത്രയായിരിക്കും, കാർഗിലോട്ടുള്ള യാത്ര. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത വ്ളോഗ് കാണാം.